നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒരു ആന്റി ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നാടകീയമായ സംഭവ വികാസങ്ങൾക്കൊക്കെ ഒരു അന്തിമം. അതായത് ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുന്നു, പിന്നീട് അദ്ദേഹം ഓഫീസിലേക്ക് എത്തുമോ എന്ന ചോദ്യം ഉയരുന്നു. തുടർന്ന് ഇപ്പോൾ ഇതാ അദ്ദേഹം ഓഫീസിലും എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, മാധ്യമങ്ങളോട് സംസാരിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അരികിൽ ജനങ്ങൾ ഓടി എത്തുകയാണ്. ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാസത്തോളം അദ്ദേഹം MLA ഓഫീസിൽ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ പെൻഡിങ് വർക്കുകളൊക്കെ ഉണ്ടാകും. തീർച്ചയായിട്ടും ജനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അരികിൽ അവരുടെ ആവശ്യങ്ങളുമായി എത്തുന്നു. അവരെ വേണ്ട രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ അവർക്കുള്ള മറുപടിയായിട്ട് പിന്നീട് സംസാരിക്കാം. പ്രതിഷേധങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്, താനും പ്രതിഷേധിച്ചിട്ടുള്ള ആളാണ്. എന്തായാലും മണ്ഡലത്തിൽ ഇനി സജീവമാകാനാണ് തൻ്റെ നീക്കം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ മണ്ഡലത്തിൽ സജീവമാവുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കേണ്ടത് BJPയും DYFഐയും ഉയർത്തിയ വെല്ലുവിളിയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന ഒരു വെല്ലുവിളി BJP ഉയർത്തിയിരുന്നു. മാത്രമല്ല ശനിയാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഓഫീസിലേക്ക് വരുമെന്ന് അറിഞ്ഞതോടെ, അല്ലെങ്കിൽ പാലക്കാടേക്ക് എത്തുമെന്ന് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ രാവിലെ മുതൽ BJP വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. MLA ഓഫീസ് പൂട്ടുന്നു, രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള ബാനർ ഉയർത്തുന്നു, പ്രതിഷേധവുമായി വരുന്നു. രാഹുലിനെ കാലുകുത്തിക്കില്ല, പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, വെല്ലുവിളികൾ അടക്കം ഉയർത്തുകയുണ്ടായി. പക്ഷെ അന്ന് രാഹുൽ എത്തിയില്ല. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് പൊടുന്നനെയാണ്, യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പെട്ടെന്ന് രാഹുൽ പാലക്കാടേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ മുതൽ BJPയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത്, തീർച്ചയായിട്ടും രാഹുലിനെ ഒരു MLA എന്ന രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾ തടയും എന്ന ഒരു ഭീഷണിയായിരുന്നു BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല ഈ ഒരു MLA ഓഫീസിൽ എത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വെളിയിലിരുന്ന് പ്രതിഷേധിക്കും, ഞങ്ങൾ അത് തടയുമെന്ന വീരവാദമൊക്കെ ഉയർത്തിയിരുന്നു. എന്തായാലും രാഹുൽ MLA ഓഫീസിൽ ഈ ഒരു ഭീഷണി അല്ലെങ്കിൽ മുന്നറിയിപ്പ്, വെല്ലുവിളി, പ്രതിഷേധം ഉണ്ടാകുമെന്ന സാധ്യതകൾ ഒക്കെ അവഗണിച്ച് അദ്ദേഹം MLA ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. കർമ്മനിരതനാകുക എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. വലിയ ആരോപണം, ലൈംഗിക ആരോപണമൊക്കെ ശക്തമായി നിൽക്കുന്നു. അതിനിടയിൽ നിയമസഭ എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. നിയമസഭയിലേക്ക് എത്തേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. തുടർന്നാണ് എന്നാൽ മണ്ഡലത്തിൽ സജീവമാകാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും രാഹുൽ ആ ഒരു വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് തൻ്റെ മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരു സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ജനമെല്ലാവരും അദ്ദേഹത്തെ മൂടുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ MLA ആണ്. അപ്പോൾ ജനങ്ങൾ അവരുടെ ആവശ്യവുമായി അദ്ദേഹത്തെ സമീപിക്കുന്നുമുണ്ട്. മാത്രമല്ല ഇന്ന് കണ്ട മറ്റൊരു കാഴ്ച, ഈ അദ്ദേഹം ആദ്യം എത്തിയത് മരണ വീട്ടിലേക്കാണ്. അവിടെ ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ഉന്നത നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം രാഹുലിനെ ചേർത്തണയ്ക്കുന്ന, രാഹുലിനോട് വിവരങ്ങൾ ചോദിച്ചറിയുന്ന, നല്ല രീതിയിൽ സമീപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് എത്തിയത് ഈ ഒരു പ്രാദേശിക നേതാക്കന്മാരൊരു പിന്തുണയോടെ തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല രാഹുലിന് സാരഥിയായി ഇന്ന് മുഴുവൻ ഉണ്ടായിരുന്ന KSU നേതാക്കന്മാർ, എടുത്തു പറയേണ്ടത് നിഖിൽ കണ്ണാടി അടക്കമുള്ള നേതാക്കൾ രാഹുലിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് എത്തിയ സമയം മുതൽ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു, രാഹുലിൻ്റെ സാരഥിയായിട്ടുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും KSU അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അവരുടെയൊക്കെ ഒരു പിന്തുണയോടെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നത്. ഇനി സജീവമാകുമ്പോൾ അവരുടെ ഒരു പിന്തുണ ഉണ്ടാകും. പാലക്കാട് ജില്ലയിലുള്ള നേതാക്കന്മാരുടെ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് ഒറ്റപ്പെടുകയാണോ? പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വിമർശനമാണ്. അതായത് രാഹുലിനെതിരെ ഇത്രയും കാലം പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചൊരു നിലപാടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാവുകയാണ്. വരും ദിവസങ്ങളൊക്കെ എല്ലാം കാത്തിരുന്ന് കാണാം എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും രാഹുൽ ഇന്ന് പാലക്കാട് എത്തിയതോടെ BJP പ്രതിഷേധമൊന്നും ഉയർത്തിയില്ല. മറിച്ച് BJPയെ കടത്തിവെട്ടി DYFI പ്രതിഷേധിക്കുകയാണ്. രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാക്കി DYFI. BJP കടത്തിവെട്ടിയുള്ള ഒരു പ്രതിഷേധം, അതായത് കോളാമ്പി കെട്ടി മുന്നറിയിപ്പുമായിട്ടാണ് DYFI രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിച്ചത്. നേരത്തെ CPM നിലപാട് സ്വീകരിച്ചത് രാഹുലിനെ തടയില്ല, കാരണം MLA എന്ന രീതിയിൽ ഒരിക്കലും രാഹുലിനെ നിയമപരമായി തടയാൻ സാധിക്കില്ല. കാരണം രാഹുലിനെതിരെ പരാതിയൊന്നും വന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും രാഹുലിനെ തടയാൻ സാധിക്കില്ല. പക്ഷേ DYFI മുന്നറിയിപ്പ് നൽകിയത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തടയും, പ്രതിഷേധിക്കും എന്നൊരു മുന്നറിയിപ്പ് DYFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു.
അവർ ഇന്ന് തന്നെ കോളാമ്പി കെട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും MLA ഓഫീസിന് മുന്നിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൻ പോലീസ് സന്നാഹമുണ്ട്. പ്രതിഷേധങ്ങളുടെ സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകും, തള്ളിക്കളയാനാകില്ല. അതേസമയം പാത്തും പതുങ്ങിയുമല്ല ജനപ്രതിനിധി പാലക്കാട് എത്തേണ്ടതെന്ന് BJP നേതാവ് C. കൃഷ്ണകുമാർ. ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല, വ്യക്തിപരമായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല, MLA ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് C. കൃഷ്ണകുമാർ നടത്തിയത്. പക്ഷേ MLA ഓഫീസിൽ അദ്ദേഹം കയറിയിരിക്കുക മാത്രമല്ല, ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിയിരിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും BJP എങ്ങനെയാണ് പുതിയ കരുനീക്കങ്ങൾ നടത്തുന്നത് എന്നത് ഒരു ചോദ്യം തന്നെയാണ്. ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് രാഹുലിന്റെ യാത്രയെന്ന് DYFI നേതാവ് AK ഷാനിവും പ്രതികരിച്ചു. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകും, പ്രതിഷേധങ്ങൾക്കൊപ്പം DYFI ഉണ്ടാകുമെന്നും ഷാനിഫ് പറഞ്ഞു. എന്നാലും വരും ദിവസങ്ങളിലും മണ്ഡലത്തിൽ സജീവമാകും. ക്ഷേത്ര ദർശനമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. പ്രാദേശിക പിന്തുണ രാഹുലിനുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ബലത്തിൽ, അതായത് ഈ ഒരു പിന്തുണ, പ്രാദേശിക നേതൃത്വത്തിന്റെ പിന്തുണയൊക്കെ രാഹുലിനുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. മാത്രമല്ല, താൻ ഒരുപാട് സമരങ്ങൾ താനും പ്രതിഷേധിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് പ്രതിഷേധങ്ങൾ താനും കണ്ടിട്ടുണ്ട്. ആ ഒരു ധൈര്യം, മുൻകാല അനുഭവങ്ങളൊക്കെ ഈ രാഹുലിന് ഒരു ധൈര്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട്ടേക്ക് വരാനുള്ള നീക്കത്തെ BJP പ്രതിരോധിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. MLA ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച BJP നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായത്. MLA ഓഫീസ് താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചതോടെയാണ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു MLA ഓഫീസ് ഉപരോധിച്ചതും താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചതും. രാഹുൽ പാലക്കാട് എത്തുമെന്ന പ്രചാരണത്തെ തുടർന്നായിരുന്നു BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. സ്ത്രീ പീഡന വീരൻ പാലക്കാടിന് വേണ്ട, ഭ്രൂണഹത്യ സ്ത്രീപീഡനം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കുക തുടങ്ങിയ പോസ്റ്ററുകൾ ഉയർത്തിയായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം അന്ന് അരങ്ങേറിയത്. രാഹുൽ നിയമസഭയിൽ എത്തിയത് ഇടതുപക്ഷവുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമാണെന്നും BJP ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും പ്രതിഷേധക്കാർ അടക്കമുള്ളവർ അന്ന് പ്രതികരിച്ചതാണ്. പുലർച്ചെ 4 മണിക്ക് രാഹുൽ പാലക്കാട് കാലുകുത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും രാവിലെ 4 മുതൽ അവർ കാത്തു നിൽക്കുകയാണ് എന്നതടക്കമുള്ള ഒരു പ്രതികരണമൊക്കെ പ്രതിഷേധക്കാർ അന്ന് നടത്തിയതാണ്. പക്ഷെ അന്ന് രാഹുൽ മണ്ഡലത്തിൽ എത്തിയിരുന്നില്ല. പക്ഷെ ഇന്ന് പൊടുന്നനെ അപ്രതീക്ഷിതമായിട്ട് ആരും വിചാരിക്കാതെ ഒരു വളരെ പെട്ടെന്നായിരുന്നു രാഹുൽ പാലക്കാടേക്ക് എത്തിയത്. തീർച്ചയായിട്ടും പ്രതിഷേധിക്കാൻ സമയം കിട്ടില്ല എന്ന് വേണം കരുതാൻ. ഈ വരും മണിക്കൂറുകളിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്, കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. രാഹുൽ പാലക്കാട് എത്തിയാൽ മണ്ഡലത്തിൽ കാലുകുത്താൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് BJP വനിതാ നേതാക്കൾ അടക്കം പ്രതികരിച്ചിരുന്നു. വരും മണിക്കൂറുകളിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തിയിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ഇതുവരെ BJPയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധ പ്രകടനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ DYFI പ്രകടനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ ആകുമോ പ്രതിഷേധം എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിന് മുന്നിലെ മതിലിൽ രാഹുലിനെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ അടക്കം പതിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീ പീഡന വീരനെ പാലക്കാടിന് വേണ്ട എന്ന് തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ നിർബന്ധിക്കരുത്, എത്ര നാളായി നമ്പർ ചോദിക്കുന്നു, 5 സ്റ്റാർ ഹോട്ടലുകളിൽ മുറിയെടുക്കാം തുടങ്ങിയ വാചകങ്ങൾ എഴുതിയ പോസ്റ്ററുകളായിരുന്നു MLA ഓഫീസിന് മുന്നിൽ അന്ന് BJP മതിലിൽ പതിപ്പിച്ചത്. കൂടാതെ IPL ഒരു ബോർഡും BJP പ്രവർത്തകർ സ്ഥാപിച്ചിരുന്നു. എന്തായാലും ഇത്തരത്തിൽ കനത്ത പ്രതിഷേധമാണ് ശനിയാഴ്ച രാഹുലിനെതിരെ ഉണ്ടായത്. രാഹുൽ അന്ന് എത്തിയിരുന്നെങ്കിൽ ഈ ഒരു പ്രതിഷേധങ്ങളൊക്കെ അതിജീവിക്കുക വളരെ ദുഷ്കരമായിരുന്നു. പക്ഷെ ഇന്ന് എത്തിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിലും പാലക്കാട് സജീവമാകും. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ അത് തടയുമെന്ന് തന്നെയാണ് BJP പറയുന്നത്, DYFIയും പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പൊതുപരിപാടികൾ ഒരു MLA എന്ന രീതിയിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതെങ്ങനെ അവരുടെ പ്രതിഷേധത്തെ രാഹുൽ അതിജീവിക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.